Morning students. In our last class we discussed the story Polia, and we discussed about the importance of being literate, etc. Here we can go through its activities in page number 95. This first activity. What do you think about Polia's character? Make a brief character sketch. Justify your points with examples. അത് റൈറ്റ് എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് പോളിയയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ്. അപ്പോൾ അതിലെ ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. ഷീസ് ഇന്നസെൻറ്റ്, ഇല്ലിട്രേറ്റ്, ഇൻ്റലിജൻറ്റ്, സെൻസിബിൾ, ക്ലവർ, ഡിറ്റർമൈൻഡ്, സെൻസിറ്റീവ്, അംബീഷ്യസ് തുടങ്ങി കുറേ ഹിൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ വിപുലീകരിച്ചിട്ട് യു ഷുഡ് മേക്ക് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് Polia. You should do that activity yourself. Okay, all the activities you should do yourself. Here then 2, do you think Polia would have ever become literate if she had not come across Maria's letter to her husband? Why do you think so? Discuss and write, give reasons. അതായത് മറിയയുടെ കത്ത് കണ്ടില്ലായിരുന്നുവെങ്കിൽ പോളിയ ലിറ്ററേറ്റ് ആകുമായിരുന്നോ? അതായത് അവൾ പോളിയ പഠിക്കാൻ കാരണം മറിയയുടെ കത്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മറിയയുടെ കത്ത് ഇവാന് വന്നില്ലായിരുന്നുവെങ്കിൽ പോളിയ വിദ്യ അഭ്യസിക്കുമായിരുന്നോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷൻ സംഘടിപ്പിച്ചിട്ട് നിങ്ങളുടെ കാരണസഹിതം എഴുതാനാണ് പറയുന്നത്. ടുഡേ വി ഹാവ് നോ ഓപ്ഷൻ ഫോർ ഡിസ്കഷൻ, ബട്ട് യു തിങ്ക് ആൻഡ് യു റൈറ്റ് ഡൗൺ. Okay, third one, you have learned something about the media and communication. മീഡിയയെക്കുറിച്ചും കമ്മ്യൂണിക്കേഷനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. Now it's time for you to think about a media lab in your school. What might be the arrangements needed? നിങ്ങളുടെ സ്കൂളിൽ ഒരു മീഡിയ ലാബ് വേണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ട എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് എഴുതുക. കമ്പ്യൂട്ടേഴ്സ് വേണം, ഇൻ്റർനെറ്റ് ഇറ്റ്സ് ഇന്നെവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പിന്നെ എന്തൊക്കെ വേണം? ബുക്സ് അല്ലേ, ബുക്സ് നമുക്ക് വേണ്ടി വരും. ന്യൂസ് പേപ്പേഴ്സ്, സ്പീക്കർ, അങ്ങനെയുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ, ഇങ്ങനെ എന്തൊക്കെ വേണ്ടി വരും അതൊക്കെ എഴുതുക. ആസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ പ്രിപ്പയർ എ വാൾ ന്യൂസ് പേപ്പർ. ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഒരു വാൾ ന്യൂസ് പേപ്പർ തയ്യാറാക്കാനാണ്. ഒരൊറ്റ പേജുള്ള വാൾ ന്യൂസ് പേപ്പർ, ചുമരിൽ ഒട്ടിക്കാവുന്ന. വാട്ട് കുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്? ആ ന്യൂസ് പേപ്പറിൽ എന്തൊക്കെ വേണം? എഡിറ്റോറിയൽ വേണം, ആർട്ടിക്കിൾസ് വേണം, അതായത് ലേഖനങ്ങൾ വേണം, ന്യൂസ് റിപ്പോർട്ട്സ് വേണം. ഇങ്ങനെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാൾ വാൾ ന്യൂസ് പേപ്പർ തയ്യാറാക്കാൻ. പോളിയ വാസ് ഇനീഷ്യലി ഇല്ലിറ്ററേറ്റ്, ഫൈനലി ഷീ ബിക്കെയിം ലിറ്ററേറ്റ്. പോളിയ വാസ് ഇനീഷ്യലി ഇല്ലിറ്ററേറ്റ്. പോളിയ ഇനീഷ്യലി ഇല്ലിറ്ററേറ്റ് ആണ്. ഫൈനലി ഷീ ബിക്കെയിം ലിറ്ററേറ്റ്. കഥയുടെ തുടക്കത്തിൽ പോളിയ ഇല്ലിറ്ററേറ്റ് ആണ്. പിന്നെ അവൾ എന്താവുകയാണ്? ലിറ്ററേറ്റ് ആവുകയാണ്. ഇല്ലിറ്ററേറ്റ് പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്ത, ലിറ്ററേറ്റ് പറഞ്ഞാൽ വിദ്യാസമ്പന്ന. ഓക്കെ, ദി വേർഡ് ഇല്ലിറ്ററേറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദി വേർഡ് ലിറ്ററേറ്റ്. അപ്പോൾ ലിറ്ററേറ്റ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ആൻറ്റോണിമാണ് ഇല്ലിറ്ററേറ്റ്. ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള, ഇല്ലിറ്ററേറ്റ് ഇല്ലാത്ത. ഓക്കെ, ജസ്റ്റ് ആസ് ഫൈനലി ഈസ് ദി ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ഇനീഷ്യലി. ഓക്കെ, ഫൈനലി ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഇനീഷ്യലി. ഫൈനലി എന്നതിൻ്റെ ഏതിൻ്റെ ഓപ്പോസിറ്റാണ്? ഇനീഷ്യലി എന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇല്ലിറ്ററേറ്റ് ആൻഡ് ലിറ്ററേറ്റ് ആർ ആൻറ്റോണിംസ്. ലിറ്ററേറ്റും ഇല്ലിറ്ററേറ്റും എന്താണ്? ആൻറ്റോണിംസ് ആണ്. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്സ്. ഹിയർ ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് ആൻഡ് ദെയർ ആൻറ്റോണിംസ്. മാച്ച് ദം. ഇവിടെ ചില വാക്കുകളുണ്ട്, അവയുടെ ആൻറ്റോണിമും സിനോണിമും കണ്ടെത്താനാണ്. അറൈവിൻ്റെ ഓപ്പോസിറ്റ് ഇതിൽ ഏതാണ്? സെക്കൻഡ് കോളത്തിൽ ആൻറ്റോണിം ഏതാണ്? അറൈവിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആൻറ്റോണിം ഏതാണ്? യെസ്, അറൈവ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വിട്ടു പോവുക, ഡിപ്പാർട്ട്. ഓക്കെ, അസ്ലീപ്പ് ഉറക്കത്തിലേക്ക് പോവുക. അതിൻ്റെ ഓപ്പോസിറ്റ് അവേക്ക്, ഉണരുക. ഫോർഗെറ്റ്, റിമെമ്പർ. ഹേറ്റ്, ലവ്. മോഡേൺ,
ആൻഷ്യൻറ്റ്. ഇതൊക്കെയാണ് ഓപ്പോസിറ്റ്സ്. ഇനി എ ഫ്യൂ സെൻറ്റൻസസ് ആർ ഗിവൺ ഇൻ കോളം എ, റീറൈറ്റ് ദം ഇൻ കോളം ബി. എ ഫ്യൂ സെൻറ്റൻസസ് ആർ റിട്ടൺ ഇൻ കോളം എ. കോളം എയിൽ കുറച്ച് സെൻറ്റൻസുകളുണ്ട്. റീറൈറ്റ് ദം ഇൻ കോളം ബി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി വേർഡ്സ് അണ്ടർലൈൻഡ് വിത്ത് ദെയർ ആൻറ്റോണിംസ്. താഴെ കൊടുത്ത ഒന്നാം കോളത്തിലുള്ള വാക്കിലെ വേർഡിൻ്റെ അണ്ടർലൈൻ ചെയ്ത വേർഡിൻ്റെ ആൻറ്റോണിയം ഉപയോഗിച്ച് ആ സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു ഉദാഹരണമുണ്ട്. ദി ടീച്ചർ ലൈക്സ് സ്റ്റുഡൻസ് ഹു കം ഏർലി ടു സ്കൂൾ. നേരത്തെ സ്കൂളിൽ വരുന്ന കുട്ടികളെ ടീച്ചേഴ്സിന് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ലൈക്സിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ട് എഴുതിയതാണ് ദി ടീച്ചർ ഡിസ്ലൈക്സ് സ്റ്റുഡൻസ് ഹു കെയിം ലേറ്റ് ടു സ്കൂൾ. അപ്പോൾ ഏർലിയുടെയും ഓപ്പോസിറ്റ് വന്നു, ലേറ്റിൻ്റെയും ലേക്സിൻ്റെയും ഓപ്പോസിറ്റ് വന്നു. ഇങ്ങനെ എഴുതേണ്ടതാണ്. ദി വെസൽസ് ആർ ക്ലീൻ. ക്ലീൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ദി വെസൽസ് ആർ ക്ലീനിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അത് എഴുതുക. ലൈക്ക് ഹിം ഐ ഓൾവേസ് ഫിനിഷ് മൈ ഹോംവർക്ക് ഓൺ ടൈം. ലൈക്ക് ഹിം അവനെ പോലെ തന്നെ ഐ ഓൾവേസ് ഫിനിഷ് മൈ ഹോംവർക്ക് ഓൺ ടൈം. ഞാനും ഹോംവർക്ക് ടൈമിന് ചെയ്യും. അപ്പോൾ ലൈക്കിൻ്റെയും ഫിനിഷിൻ്റെയും ഓപ്പോസിറ്റ് വെച്ചിട്ട് എഴുതുക. ലൈക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺലൈക്ക്. ഫിനിഷ്, സ്റ്റാർട്ട്. ഓക്കെ, അങ്ങനെ ഓരോന്ന്. ഷീ വർക്ക്സ് ആസ് എ ടെമ്പററി ക്ലർക്ക് ഇൻ ദി കമ്പനി. ടെമ്പററിയുടെ ഓപ്പോസിറ്റ് എന്താ വെച്ചാൽ അത് വെച്ച് എഴുതുക. ദർ ഇസ് ഓർഡർ ഇൻ ദി ക്ലാസ് വെൻ ദി ടീച്ചർ ഈസ് പ്രസൻറ്റ്. പ്രസൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ട് പ്രസൻറ്റിൻ്റെയും ഓർഡറിൻ്റെയും ഓപ്പോസിറ്റ് വെച്ചിട്ട് എഴുതുക. ആൻറ്റോണിംസ് ആർ യൂഷ്വലി ഫോംഡ് ബൈ ആഡിങ് പ്രിഫിക്സസ് സച്ച് ആസ് മിസ്, ദിസ്, അൺ, ഇൻ എക്സെട്ര ഫോർ എക്സെട്ര. അത് സാധാരണയായിട്ട് ഓപ്പോസിറ്റ്സ് ഉണ്ടാക്കുന്ന ചില വേർഡ്സാണ് ഇവ മുന്നിൽ വെച്ചിട്ട്. ഏതൊക്കെ? മിസ്, ദിസ്, അണ്, ഇം, ഇർ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഓപ്പോസിറ്റ്സ് ഉണ്ടാക്കും. ബിഹേവിൻ്റെ ഓപ്പോസിറ്റ് മിസ്ബിഹേവ്. കണക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്കണക്റ്റ്. കൈൻഡിൻ്റെ ഓപ്പോസിറ്റ് അൺകൈൻഡ്, എക്സെട്ര. ഇങ്ങനെ ഓപ്പോസിറ്റ്സ് ധാരാളമുണ്ട്. എ ഫ്യൂ prefixes are given in columns. Using the prefixes in column A, write the antonym of the words in column B. You may use a dictionary. അതായത് എ കോളത്തിൽ കുറേ പ്രിഫിക്സസ് വെച്ചിട്ടുണ്ട്. അവ വെച്ചിട്ട് താഴെ കൊടുത്ത ബി കോളത്തിലുള്ള വേർഡ്സിൻ്റെ ആൻറ്റോനിം, അതായത് ഓപ്പോസിറ്റ്സ് വേർഡ്സ് ഉണ്ടാക്കുകയാണ്. റെഗുലറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് വേർഡ് ഓഫ് റെഗുലർ? യെസ്, ഇറഗുലർ. ഓക്കെ. പെർഫെക്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പെർഫെക്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പെർഫെക്റ്റിൻ്റെ ഓപ്പോസിറ്റ് പറയൂ. യെസ്, ഇംപെർഫെക്റ്റ്. പെർഫെക്റ്റ്, ഇംപെർഫെക്റ്റ്. പിന്നെ സേഫ്, അൺസേഫ്. ഓക്കെ. സഫിഷ്യൻറ്റ്, ഇൻസഫിഷ്യൻറ്റ്. സഫിഷ്യൻറ്റ്, ഇൻസഫിഷ്യൻറ്റ്. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇൻ്ററപ്റ്റ്, മിസ് ഇൻ്ററപ്റ്റ്. ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്. കറക്റ്റ്, ഇൻകറക്റ്റ്. അപ്പിയർ, ഡിസപ്പിയർ. കോൺഷ്യസ്, അൺകോൺഷ്യസ്. ലെജിറ്റമേറ്റ്, ഇല്ലെജിറ്റമേറ്റ്. ഹ്യൂമൻ, ഇൻഹ്യൂമൻ. ന്യൂട്രീഷൻ, malnutrition. These are the words we discussing here. We made so many words using in, ill, etc. Malnutrition, nutrition, malnutrition, like that. There are so many words we can make like this. We can make opposites like this using miss, ir, ill, mal before them, just like that. Okay, now let's come to our next activity, activity 6. Here, read and analyze the following sentences from the passage, the television. Television എന്ന പാസേജിലെ ഒരു സെൻറ്റൻസ് ആണ്. The radio was in fact developed from the telegraph, which was invented by Cook and Wheatstone in 1835. Here, let us split the sentences into two. ഈ സെൻറ്റൻസ് വേണമെങ്കിൽ നമുക്ക് രണ്ടായി എഴുതാം. എങ്ങനെ? The radio was in fact developed from the telegraph. It was invented by Cook and Wheatstone in 1835. These two sentences. So what happens when these two sentences are combined? ഈ രണ്ട് സെൻറ്റൻസുകളും തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ദി റേഡിയോ വാസ് ഇൻ ഫാക്ട് ഡെവലപ്ഡ് ഫ്രം ദി ടെലിഗ്രാഫ്, വിച്ച് എന്ന വാക്ക് അവിടെ വന്നു. അപ്പോൾ ഇത്തരം വാക്കുകളെ താഴെ കൊടുത്തതിലൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൂ, ഹൂസ്,
whom, which, that, ഇങ്ങനെയുള്ള വാക്കുകളാണ്. whom, whose, who, which, that. ഈ വാക്കുകളെ നമ്മൾ പറയുക എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ എന്നാണ്. രണ്ട് വാക്കുകളെ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് റിലേറ്റീവ് പ്രോനൗൺസ്. നമുക്ക് താഴെ കൊടുത്ത സെൻറ്റൻസുകൾ നോക്കാം. ഇറ്റ് വാസ് എ സ്കോട്ട്മാൻ നെയ്മഡ് ജെയിൽ ബെയ്ഡ് ഹൂ ഇൻവെൻറ്റഡ് ദി ടെലിവിഷൻ. സ്കോട്ടിഷുകാരനായ ജെയിൽ ബെയ്ഡ് ആണ് ഹൂ ഇൻവെൻറ്റഡ് ടെലിവിഷൻ കണ്ടെത്തിയത്. അപ്പോൾ രണ്ട് സെൻറ്റൻസുകളെ കൂട്ടിയോജിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചു അവിടെ. മോസ്റ്റ് ഓഫ് ദി പീജൻസ് ദാറ്റ് were used for carrying messages had a sense of right direction. most of the pigeons, that ആണ് അവിടെ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിച്ചത്. long ago birds used to carry messages which were clipped to their wings. which ആ മെസ്സേജസിനെ അത് രണ്ട് സെൻറ്റൻസുകൾ കൂട്ടിയോജിപ്പിക്കാൻ അവിടെ ഉപയോഗിച്ചതാണ് which. ഇങ്ങനെ here is a list of sentences, statements, elicit responses from your friends and fill in the columns. താഴെ കുറേ സെൻറ്റൻസുകളുണ്ട്, അവരുടെ റെസ്പോൺസുകൾ എഴുതുക. someone who sleeps more than 8 hours a night. ഇപ്പോൾ ഒരാളെ പേര് എഴുതുകയാണെങ്കിൽ രാഹുൽ is the one who sleeps more than 8 hours a night. അങ്ങനെ ഓരോ സെൻറ്റൻസും യോജിച്ചത് വെച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. ഇവിടെ we use who, whom when we talk about people. ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റിലേറ്റീവ് പ്രോനൗണുകളായ who, whom ഉപയോഗിക്കും. when we talk about things, സാധനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ we use that അല്ലെങ്കിൽ which ആണ് ഉപയോഗിക്കുക. who ഉപയോഗിക്കുക ആളുകളെക്കുറിച്ച് പറയുമ്പോഴാണ്. ഓക്കെ, complete the following sentences using the words who, which or that. the first one is done for you. a teacher is a person who teaches. അങ്ങനെ ഓരോന്ന്. എ ഡിക്ഷണറി കുറിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക, ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുക. ഓക്കെ, റിലേറ്റീവ് പ്രോനൗൺ വെച്ചിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് റിലേറ്റീവ് പ്രോനൗൺസ്. പെരിയാർ ഈസ് ദി റിവർ ദാറ്റ് ഫ്ലോസ് നിയർ മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. നെയിം ദി റിവർ ദാറ്റ് ഫ്ലോസ് നിയർ യുവർ ഹൗസ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്ത് പറയണം? തൂത ഓർ കുന്തി ഈസ് ദി റിവർ ദാറ്റ് ഫ്ലോസ് നിയർ മൈ ഹൗസ്. നെയിം ദ പേഴ്സൺ ഹൂം യു ലൈക്ക് ദി മോസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വ്യക്തി ആരാണ്? ഇങ്ങനെ ഓരോന്നും നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ റിലേറ്റീവ് പ്രോനൗണുകളെ വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, the remaining parts we can discuss in our next class. Okay, thank you.